വാട്സ്ആപ്പ് ഗേസ് ബോക്സ്മിൽ നാസിമാണ്. മൊബൈൽ ഫോൺ ഈ മാസത്തിൽ എടുക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ 1-2 ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ഏപ്രിൽ മാസത്തിൽ 30,000 രൂപയ്ക്ക് താഴെ അത്യാവശ്യം നല്ല മൊബൈൽ ഫോൺസ് കുറെ ലോഞ്ച് ആകുന്നുണ്ട്. ഏതൊക്കെ മൊബൈൽ ഫോൺസ് ആണ് ഏപ്രിൽ മാസത്തിൽ റിലീസ് ആകാൻ പോകുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കാം. എന്തൊക്കെ സ്പെസിഫിക്കേഷൻ ആണ് ഈ ഒരു മൊബൈലിൽ വരുന്നത്, എത്ര രൂപയാണ് ഈ ഒരു മൊബൈൽ ഫോണിനൊക്കെ വരുന്നത്, ഏപ്രിൽ മാസത്തിൽ ഏതൊക്കെ ഡേറ്റിലാണ് ഈ ഒരു മൊബൈൽ ഫോൺസ് ഒക്കെ റിലീസ് ആകാൻ പോകുന്നത്, എല്ലാ ഡീറ്റെയിലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അധികം വൈകിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഏപ്രിൽ മാസത്തിലെ സാംസങ്ങിന്റെ മൊബൈലൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. സാംസങ്ങിന്റെ എം സീരീസിന്റെ ഭാഗത്ത് നിന്നും M55 വരുന്നുണ്ട്. 55 സീരീസ് ആണ് ഇപ്പോൾ സാംസങ് ഇങ്ങനെ തുടരെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് M55 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ഇറങ്ങാൻ പോകുന്നത്. 6.7 ഇഞ്ചിന്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. 6000 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. ഇത്തവണ M55 ഇവരെ പ്രോസസറിൽ ചെറിയൊരു വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. സ്നാപ്ഡ്രാഗന്റെ 7 Gen 1 എന്ന് പറയുന്ന ഒരു പ്രോസസറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കി എല്ലാ മൊബൈൽ ഫോണും 7 Gen 3 ഒക്കെ ഒരു മിഡ് റേഞ്ചിൽ കൊടുക്കുമ്പോൾ ഏതായാലും സാംസങ് 7 Gen 1 കൊണ്ടുവന്നിട്ടുണ്ട്. 6000 mAh ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി 25 വാട്ടിന്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് സിസ്റ്റവും സാംസങ് M55 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ നൽകിയിട്ടുണ്ട്. 64 മെഗാ പിക്സൽ മെയിൻ ക്യാമറയും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയുമാണ് M55 എന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ ഇപ്പോൾ സാംസങ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം ഏപ്രിൽ പകുതിയോടുകൂടി ഒരു മൊബൈൽ ഫോൺ റിലീസ് ആകുമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റൂമേഴ്സ്. വാല്യൂ ഫോർ മണി, നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് അടിപൊളിയായുള്ള ഒരു മൊബൈൽ ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഏപ്രിൽ 1-ാം തീയതി OnePlusന്റെ ഭാഗത്ത് നിന്നും OnePlus Nord സീരീസ് ഇറങ്ങുന്നുണ്ട്. Nord CE 4 5G എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ഇറങ്ങുന്നുണ്ട്. ഡീറ്റെയിൽ ആയുള്ള അൺബോക്സിംഗും അതേപോലെ തന്നെ സ്പെസിഫിക്കേഷനുള്ള വീഡിയോ ഇതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. കാണാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, ജസ്റ്റ് കയറി കണ്ടു നോക്കുക. സ്നാപ്ഡ്രാഗന്റെ 8 Gen 3 എന്ന് പറയുന്ന പ്രൊസസറാണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 100 വാട്ടിന്റെ ചാർജർ സപ്പോർട്ട് ഉണ്ട്. 100 വാട്ടിന്റെ ഈ ഒരു ചാർജർ OnePlus ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ നൽകുന്നുണ്ട്. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും 8 മെഗാ അൾട്രാ വൈഡ് ക്യാമറയും 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയുമാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ OnePlus നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഏകദേശം 25,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപയ്ക്ക് താഴെയായിരിക്കും ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഏപ്രിൽ 1-ാം തീയതി 6:30-നാണ് Nord CE 4 എന്ന് പറയുന്ന മൊബൈൽ ഫോണിന്റെ ലോഞ്ച് വരുന്നത്. ഏപ്രിൽ 3-ാം തീയതി മോട്ടോറോളയുടെ ഭാഗത്ത് നിന്നും മോട്ടോ എഡ്ജ് 50 Pro എന്ന് പറയുന്ന മൊബൈൽ ഫോൺ വരുന്നുണ്ട്. 125 വാട്ടിന്റെ ചാർജിംഗ് സെറ്റപ്പുമായിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. പക്ഷേങ്കിൽ ബാറ്ററി കപ്പാസിറ്റി 4500 mAh ഉള്ളൂ. 125 വാട്ടിന്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ കൊടുത്ത സ്ഥിതിക്ക് 4500 എന്നുള്ള ആ ഒരു ബാറ്ററി കപ്പാസിറ്റി 5000-ഓ 5500 ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ ബെറ്റർ ആണെന്ന് എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നി. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. ഈ ഒരു മൊബൈൽ ഫോണിലും സ്നാപ്ഡ്രാഗന്റെ 8 Gen 3 എന്ന് പറയുന്ന പ്രൊസസറാണ് വരുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയുടെ അവസ്ഥയ്ക്ക് വന്നു കഴിയുകയാണെങ്കിൽ 144 ഹെർട്സിന്റെ POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഏകദേശം 30,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും ഈ ഒരു മൊബൈൽ ഫോണിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഏപ്രിൽ 3-ാം തീയതിയാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ ലോഞ്ച് ഇന്ത്യയിലേക്ക് വരുന്നത്. ഈ ഒരു ഏപ്രിൽ മാസത്തിലെ നല്ലൊരു ഗെയിമിംഗ് ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പോക്കോയുടെ ഭാഗത്ത് നിന്നും ചൈനയിൽ ലോഞ്ച് ആയിരിക്കുന്ന പോക്കോ F6 എന്ന് പറയുന്ന ആ ഒരു മൊബൈൽ ഫോൺ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ്. ഏപ്രിൽ 15-ാം തീയതിയോടുകൂടി ഈ ഒരു മൊബൈൽ ഫോൺ ഇന്ത്യയിലേക്ക് ലോഞ്ച് ആകുമെന്നാണ് ഇപ്പോൾ അനൗൺസ്മെന്റ് വന്നിരിക്കുന്നത്. 64 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി കപ്പാസിറ്റി, 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, 100 വാട്ടിന്റെ ചാർജർ. ഗെയിമിംഗിന് വേണ്ടി പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള സ്നാപ്ഡ്രാഗന്റെ 8S Gen 3 എന്ന് പറയുന്ന പ്രോസസറാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. ഗെയിമിംഗ് നല്ല പവർഫുൾ ആയിട്ട് നടക്കുമെന്നാണ് പോക്കോ അവകാശപ്പെടുന്നത്. ഏതായാലും ഏപ്രിൽ 15-ാം തീയതിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ടെക്നോയുടെ ഭാഗത്ത് നിന്നും പോവ 6 സീരീസ് ഇറങ്ങാൻ പോവുകയാണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ പോവ 6 Pro എന്ന് പറയുന്ന മോഡലാണ് ഇറങ്ങാൻ പോകുന്നത്. 6000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് വരുന്നത്. 70 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് വരുന്നുണ്ട്. ഡിസ്പ്ലേ അതേപോലെ തന്നെ പ്രൊസസർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ വെളിയിൽ വിട്ടിട്ടില്ല. ഏപ്രിൽ മാസം ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്താണ് ഇവരുടെ കൂടുതൽ സ്പെസിഫിക്കേഷൻ അറിയാൻ പറ്റും. ഏതായാലും ടെക്നോയുടെ ഭാഗത്ത് നിന്നും പോവോ 6 സീരീസ് ഇത്തവണ ഏപ്രിലിൽ പുറത്തിറങ്ങുന്നുണ്ട്. 25,000-30,000 രൂപയ്ക്ക് ഇടയിലായിരിക്കും ഈ ഒരു ടെക്നോയുടെ പോവോ 6 സീരീസിന്റെ വില എന്ന് പറയുന്നത്. ഏപ്രിൽ മാസത്തിൽ 20,000 രൂപയ്ക്ക് താഴെയുള്ള ഒരു മൊബൈൽ ഫോൺ ആണ് നിങ്ങൾ എടുക്കാൻ നിൽക്കുന്നതെങ്കിൽ ഇൻഫിനിക്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു മൊബൈൽ ഫോൺ ഇറങ്ങാൻ പോകുന്നുണ്ട്. ഇൻഫിനിക്സ് നോട്ട് 40 Pro എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ആണ് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ ഇറങ്ങാൻ പോകുന്നത്. ഏകദേശം ഏപ്രിൽ മാസം 20-ാം തീയതി ആയിരിക്കും ഈ ഒരു മൊബൈൽ ഫോണിന്റെ ലോഞ്ചിങ് ഡേറ്റ് എന്ന് പറയുന്നത്. 20,000 രൂപയ്ക്ക് താഴെ 20 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സെറ്റപ്പ് ആണ് ഇൻഫിനിക്സ് ഈ ഒരു മൊബൈലിലൂടെ കൊണ്ടുവരുന്നത്. ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 6.6 ഇഞ്ചിന്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ LCD പാനലാണ് ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇതിന്റെ ഒരു മികവ് നമുക്ക് മുന്നിലേക്ക് ഇൻഫിനിക്സിന് കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, വ്യക്തമായിട്ട് എല്ലാവർക്കും നോക്കിക്കഴിഞ്ഞാൽ 20,000 രൂപയ്ക്ക് താഴെ ഒരുപാട് നല്ല ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഉള്ള മൊബൈൽ ഫോൺസ് ഒക്കെ കിട്ടുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇൻഫിനിക്സ് ഈ ഒരു LED ഡിസ്പ്ലേ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എത്രത്തോളം ഇത്
മാർക്കറ്റിൽ അങ്ങ് പൊങ്ങി വരുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നേ ഉള്ളൂ. ഏതായാലും നല്ലൊരു മൊബൈൽ ഫോൺ ആണ് ഇൻഫിനിക്സ്. ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഇൻഫിനിക്സ് 40 Pro എന്ന് പറയുന്ന ഈ ഒരു മൊബൈലിലൂടെ ഇൻഫിനിക്സ് കൊണ്ടുവരുന്നത്. ഈ പറഞ്ഞ മൊബൈൽ ഫോൺസ് ഒക്കെയാണ് ഏപ്രിൽ മാസത്തിൽ നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത്. 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെയാണ് ഈ പറയുന്ന മൊബൈൽ ഫോൺസിന്റെ ഒക്കെ ലോഞ്ചിങ് എന്ന് പറയുന്നത്. 30,000 രൂപയിൽ താഴെ ആയിരിക്കാം ഈ ഒരു മൊബൈൽ ഫോൺസിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഏതായാലും ഏപ്രിൽ മാസം വരാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. ഇതേപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി ഇപ്പോൾ തന്നെ റിവോക്കേഴ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ നാസിം ഈസ് സൈനിങ് ഓഫ്. താങ്ക് യു.